ഹായ് സ്നേഹിതരെ, ഞാൻ റോബിൻ. കഴിഞ്ഞ രാത്രിയാണ് ലോകം വീണ്ടും ഒരു പുതിയ യുദ്ധഭീഷണിയിലേക്ക് കടന്നത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ബോംബുകൾ കൊണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി വൻ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ അമേരിക്ക ഉപയോഗിച്ചത് അതിന്റെ പേര് കേട്ടാൽ തന്നെ ശത്രുക്കൾ വിറയ്ക്കുന്ന ആയുധം, ബങ്കർ ബസ്റ്റർ ബോംബ്. ആക്രമണത്തിന്റെ ലക്ഷ്യം ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ ആണവ കേന്ദ്രം, നദാൻസ് ആണവ പ്ലാന്റ്, ഈസ്ഫഹാൻ എൻറിച്ച്മെന്റ് സെന്റർ ഇവയൊക്കെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങളാണ്. വളരെ മുൻകൂറായി സൈനിക സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. എന്നാൽ ഇവയെ മറികടക്കാൻ വേണ്ടിയായിരുന്നു അമേരിക്ക ഈ GBU-57AB മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ ബോംബ് ഉപയോഗിച്ചത്. ഇതിൽ ഓരോ ബോംബിന്റെയും ഭാരം മാത്രം 13,600 കിലോ, അതായത് ഏകദേശം 30,000 പൗണ്ട് ഉണ്ടാകും. B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബേഴ്സ് എന്ന ലോകത്തിലെ ഏറ്റവും മുൻനിര യുദ്ധവിമാനങ്ങളാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അമേരിക്കയുടെ മിസ്റ്ററി എന്ന ഭാഗത്ത് നിന്നാണ് ഈ വിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നത്. പിന്നീട് സമുദ്രത്തിനടിയിൽ നിന്നുള്ള അമേരിക്കൻ സബ്മറീനുകളിൽ നിന്ന് 30 മിസൈലുകളും ഇറാനിലെ മറ്റൊരു കേന്ദ്രമായ നദാൻസ്, ഈസ്ഫഹാൻ എന്നിവയെ ലക്ഷ്യമാക്കി വിടപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതനുസരിച്ച് ഫോർഡോ എന്ന ആണവ കേന്ദ്രം ഇനി ഭൂമിയിലില്ല. ആ സ്ഥലത്ത് വെറും ഒരു കൂറ്റൻ ഗുഹ മാത്രം ബാക്കി. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഈ ആക്രമണത്തെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ പ്രതിരോധ നടപടിയെന്ന് വിശേഷിപ്പിച്ചു. അതേസമയം ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് കടുത്ത തിരിച്ചടി ഉണ്ടാകും. അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലോകം ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്ന മുന്നറിയിപ്പാണ് UN നൽകുന്നത്. എങ്കിലും ഒരു ആശ്വാസകരമായ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. IAEA പുറത്തിറക്കിയ വിവരമനുസരിച്ച് റേഡിയേഷൻ ലീക്ക് ആയിട്ടില്ല എന്നതാണ്. എങ്കിലും ആ കണിശമായ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ പ്രതികരണം എന്തായിരിക്കും? ലോകം ഇപ്പോൾ നോക്കി നിൽക്കുന്നത് അതാണ്. ഈ യുദ്ധം പൂർണ്ണമായ യുദ്ധമോ അതോ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒറ്റത്തവണ ആക്രമണ പരമ്പരയിലായി മാറുമോ? നമുക്ക് കാത്തിരിക്കാം. പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ പ്രത്യേക ആയുധത്തെ കുറിച്ചാണ്. ഇപ്പോഴത്തെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മൾ കേൾക്കുന്നത് ഏറെ ചർച്ചാ വിഷയമായ ഒരു പ്രധാനപ്പെട്ട ആയുധത്തെ കുറിച്ചാണ്. ഇത്തരം ബോംബുകൾ അമേരിക്കയുടെ കൈവശം മാത്രമുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഭൂമിയുടെ പുറത്തല്ല, അതിന്റെ അസ്ഥികൾ പിളർത്താൻ കഴിയുന്ന ബോംബുകൾ ഉണ്ട്. കുഴിയിൽ കയറി ടണൽ മുറികളിലേക്കും ആണവ കേന്ദ്രങ്ങളിലേക്കും കടന്നു പോകുന്ന ഭീകരനാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ. ഈ വീഡിയോയിൽ ഇവ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തനം എല്ലാം മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ. അത് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യുവാൻ എനിക്കൊരു പ്രചോദനമാണ്. ബങ്കർ ബസ്റ്റർ ബോംബ് എന്നത് സാധാരണ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ കോൺക്രീറ്റ് ബങ്കറുകളും അടിവസ്ത്ര ടണൽ മുറികളും തകർക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ബോംബാണ്. സാധാരണ ബോംബുകൾ മുകളിലൂടെ പൊട്ടുമ്പോൾ ഇവ താഴേക്കാണ് കയറുക. താഴെ എത്തുമ്പോൾ മാത്രമാണ് പൊട്ടുന്നത്. എന്തിനാണ് ഈ ബോംബുകൾ വേണ്ടത്? അതിൽ ഒന്ന്, ഭൂമിയുടെ ആഴങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നത് തന്നെയാണ്. പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പ് കൂട്ടുന്ന ടണലുകൾ തകർക്കുക, ശത്രു മിസൈൽ ലോഞ്ച് പാഡ് തകർക്കുക എന്നിവയൊക്കെ തന്നെയാണ്. ഇറാൻ, ഉത്തര കൊറിയ, ചില അറബ് രാജ്യങ്ങൾ ഇവിടെയുള്ള ആണവ കേന്ദ്രങ്ങളെല്ലാം ബങ്കറുകളിലാണ് മറഞ്ഞിരിക്കുന്നത്. അവയെ തകർക്കാനാണ് ഈ ബോംബുകൾ ഏറ്റവും പ്രധാനമായത്. 1991 ഗൾഫ് വാർ ആയിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട്. ഇറാഖിൽ സദാം ഹുസൈന്റെ കമാൻഡ് സെന്ററുകൾ തകർക്കാൻ ഈ ബോംബുകൾ വിജയകരമായി ഉപയോഗിച്ചു. പിന്നീട് ഇത് ഇറാനിലേക്കും ഉത്തര കൊറിയയിലേക്കുമുള്ള തന്ത്രപ്രധാന ആയുധമായി മാറി. ഭൂമി തുളച്ചു കയറി അതിനെ ഉള്ളിൽ നിന്നും പൊട്ടിച്ചെറിയാൻ കഴിയുന്ന ഒരു ബോംബ്, ഇതാണ് ബങ്കർ ബസ്റ്റർ ബോംബ്. ശത്രുക്കൾ സ്വന്തം സുരക്ഷയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ കോൺക്രീറ്റ് ബങ്കറുകൾക്ക് പേടി തോന്നിപ്പിക്കാൻ ഇതൊന്നു മാത്രം മതി. എന്നാൽ സാധാരണ ബോംബുകൾ ആകാശത്ത് നിന്നും വീണ് മുകളിലൂടെ പൊട്ടിച്ചിതറുകയാണ് ചെയ്യുന്നത്. കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് ബങ്കറുകൾ, കടൽ വരെ താണ്ടുന്ന ടണൽ മുറികൾ, ഇതെല്ലാം തകർക്കാൻ സാധിക്കുമെന്ന് കരുതാവുന്നതാണ്. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് 2 പ്രധാന ഘടകങ്ങളുണ്ട്. സങ്കരങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന്, ഉയർന്ന സാന്ദ്രതയുള്ള പദാർത്ഥം പെനിട്രേറ്റർ ആണ്. ടങ്സ്റ്റൺ, ഡിപ്ലീറ്റഡ് യുറേനിയം തുടങ്ങിയ ലോക സങ്കരങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കോൺക്രീറ്റ് പാറകളിലൂടെ തുടച്ചു കയറാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത്
ഡിലേഡ് ഫ്യൂസ് ആൻഡ് ചാർജ് ആണ്. ബോംബ് ലക്ഷ്യത്തിൽ തട്ടിയതിനു ശേഷം ഒരു നിശ്ചിത ആഴത്തിൽ പൊട്ടിത്തെറിക്കാൻ ടൈമർ പ്രഷർ സെൻസറുകൾ ഉപയോഗിക്കുന്നു. പിന്നെയുള്ളത് ടാർഗറ്റിംഗ് സിസ്റ്റമാണ്. ഈ ബോംബുകൾ ലക്ഷ്യത്തിൽ എത്താൻ ഉപയോഗിക്കുന്നത് GPS ഇനീഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ടെക്നോളജിയാണ്. ഡ്രോണിൽ നിന്നോ വിമാനത്തിൽ നിന്നോ വിക്ഷേപിച്ച ശേഷം ബോംബിന്റെ ഫിനുകൾ കനാഡുകൾ ഡയറക്ഷൻ കൃത്യമാക്കുന്നു. ടെർമിനൽ ഗൈഡൻസ് അല്ലെങ്കിൽ ലേസർ റഡാർ ഉപയോഗിച്ച് അവസാന നിമിഷം ടാർഗറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഉയർന്ന വേഗതയിൽ താഴെ വീഴുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി കാരണം ഭൂഗർഭത്തിലേക്ക് തുളച്ചു കയറുന്നു. ബോംബ് താഴെ എത്തിയാൽ പെനിട്രേഷൻ ലക്ഷ്യത്തിന്റെ മുകളിലെ പാളികളെ തുളച്ച് ആഴത്തിൽ പ്രവേശിക്കുന്നു. ഡിറ്റോനേഷൻ ഡിലേ ഫ്യൂസ് ആഴത്തിൽ പൊട്ടുന്നു. ഉയർന്ന സ്ഫോടനവും ഷോക്ക് വേവും ഉണ്ടാകുന്നു. ഇത് കാരണം ബങ്കറിന്റെ ആന്തരികം പൊളിഞ്ഞ് ഉപകരണങ്ങൾക്കും ആളുകൾക്കും നാശനഷ്ടം സംഭവിക്കുന്നു. അതിനാൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഒരു ശക്തമായ പെൻട്രേറ്റ് ആൻഡ് ബ്ലാസ്റ്റ് തന്ത്രമാണ് നടപ്പിലാക്കുന്നത്. യുദ്ധങ്ങളിൽ ഭൂഗർഭ ലക്ഷ്യങ്ങളെ നിഷ്ക്രിയമാക്കാൻ ഇവയുടെ കൃത്യതയും ശക്തിയും നിർണായകമാണ്. ഇത്തരത്തിൽ അമേരിക്ക കൊടുത്ത ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് ആണ് ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ള തലവനെ വധിക്കാൻ ഉപയോഗിച്ചത്. ചരിത്രത്തിലെ പ്രശസ്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജർമ്മൻ ഡാമുകൾ തകർക്കാൻ ബ്രിട്ടീഷുകാർ രൂപകൽപ്പന ചെയ്ത ടോൾബോയ് ബോംബ്, ഭൂകമ്പ തരംഗം ഉണ്ടാക്കി ടാർഗറ്റ്സ് പൊളിക്കാൻ ഉപയോഗിച്ച ഗ്രാൻഡ് സ്ലാം, ഇവ രണ്ടും സെക്കൻഡ് വേൾഡ് വാർ സമയമാണ് നിർമ്മിച്ചത്. കോൾഡ് വാർ സമയത്ത് ഹാർഡായിട്ടുള്ള കോൺക്രീറ്റ് തകർക്കാൻ അമേരിക്കൻ സേന ഉപയോഗിച്ച ബോംബാണ് ബ്ലൂ 109. 1991 ഗൾഫ് വാറിൽ ആദ്യമായി ഉപയോഗിച്ചത് GBU 28 എന്ന ബോംബാണ്. ഏകദേശം 6 മീറ്റർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് തുരന്നു പോകാൻ കഴിഞ്ഞു. പിന്നീട് വന്നത് JBU 57AB മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ, ലോകത്തിലെ ഏറ്റവും വലിയ ബങ്കർ ബസ്റ്റർ. ഇതിന് 200 അടി ആഴം വരെയുള്ള റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് തുരന്ന് പകുതി പർവ്വതം തകർപ്പിക്കാൻ കഴിയും. ഇതാണ് ഇപ്പോൾ ഇറാനിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇപ്പോൾ അമേരിക്ക ഒരുക്കുന്നത് GBU 57AB മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ ഉപയോഗിച്ചാണ്. 400 അടി വരെ താഴ്ചയിലാണ് ഇവിടെ ബങ്കറുകൾ നിർമ്മിച്ചിരിക്കുന്നുവെന്നാണ് അറിവ്. അതിനാൽ തന്നെ 2 57 എങ്കിലും വേണ്ടിവരും. തുടർച്ചയായി ചെറിയ ബോംബുകൾ ഉപയോഗിച്ച് കട്ടിയുള്ള പാർപ്പിടങ്ങൾ തകർത്തതിന് ശേഷമാണ് MOB ഫൈനൽ അറ്റാക്ക് ചെയ്യുന്നത്. ഇറാനിൽ ഫോർഡോ ആണവ എൻറിച്ച്മെന്റ് സെന്റർ പോലുള്ള വലിയ ഗുഹകളിലും പർവ്വതങ്ങളിലും മറഞ്ഞിരിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ ഉണ്ട്. അവയ്ക്ക് മുന്നിൽ JBU 57AB ആണ് എത്തുന്നത്. 14 ടൺ ഭാരമുള്ള ഈ മിസൈലിനെ കൊണ്ട് പറക്കാൻ സാധാരണ ഫൈറ്റർ ജെറ്റുകൾക്ക് സാധിക്കില്ല. വലിയ ബോംബർ ജെറ്റ് ഉപയോഗിച്ചാൽ റഡാറിൽ പെടാനും ആക്രമിച്ച് താഴെ ഇടാനും എളുപ്പമാണ്. അതിനാൽ ഇത് കൈവശം വെച്ചിരിക്കുന്ന അമേരിക്ക B2 സ്ട്രെൽത്ത് എന്ന റഡാറിൽ പെടാത്ത ബോംബറുകളാണ് ഇത് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. 2 JBU 57A ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ടാർഗറ്റിനടുത്ത് എത്തുകയും താഴേക്കിടുമ്പോൾ നിയന്ത്രണം JR ഡാം ഏറ്റെടുക്കും. പിന്നിലെ സ്റ്റിയറിംഗ് ഫിക്സർ റൊട്ടേറ്റ് ചെയ്ത് ബോംബ് സ്വയം അതിന്റെ ടാർഗറ്റ് ലക്ഷ്യം വെക്കുന്നു. അങ്ങനെ ഈ ബോംബ് താഴെ എത്തിയാൽ പെനിട്രേഷൻ ലക്ഷ്യത്തിന്റെ മുകളിലെ പാളികളെ തുളച്ച് ആഴത്തിൽ പ്രവേശിക്കുന്നു. ഡിറ്റോനേഷനിലെ ഫ്യൂസ് ആഴത്തിൽ പൊട്ടുന്നു. ഉയർന്ന സ്ഫോടനവും ഷോക്ക് വേവുകളും ഉണ്ടാകുന്നു. ഇത് കാരണം ബങ്കറിന്റെ ആന്തരികം പൊളിഞ്ഞ് ഉപകരണങ്ങൾക്കും ആളുകൾക്കും നാശനഷ്ടം സംഭവിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് ഹൈപ്പർസോണിക് ബങ്കർ ബസ്റ്റർ ബോംബ്സ് ആണ്. മാക് 50+ സ്പീഡായിരിക്കും. ഭൂമിയുടെ അതിർത്തികളിലും ആണവ യുദ്ധ ഭീഷണികളിലും ചുരുങ്ങാൻ പോകുന്ന ഒന്നാണ് ഈ ഭീകരശക്തിയുള്ള ആയുധങ്ങൾ. ഇതായിരുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ രഹസ്യം. ഭൂമിയുടെ ഉള്ളിൽ കയറി തകർപ്പിക്കാൻ കഴിയുന്ന അത്യുഗ്രമായ ആയുധം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എന്നെ അറിയിക്കുക. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി, നമസ്കാരം.